നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഇറാന്റെ വാക്കുകൾ പരിപൂർണമായി കേൾക്കാൻ തയ്യാറെടുക്കുകയാണ്. മുൻപും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ചില സന്ദേശങ്ങൾ, മുന്നറിയിപ്പ് നൽകിയതാണ്. ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പരിപൂർണമായി വിശ്വാസത്തിലെടുത്ത് ഒരു സംഭാഷണ ചർച്ചയിലേക്കൊക്കെ ഇറാൻ നീങ്ങിയതാണ്. മുൻപ് ഇസ്രയേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ ഖത്തറിലെ അമേരിക്കൻ എയർബേസ് തകർത്തുകൊണ്ട് ഇറാൻ കൊടുത്ത മറുപടി അതിഗംഭീരമായിരുന്നു. ഇറാന്റെ ശൗര്യം എത്രത്തോളം വലുതാണ്, ഇറാന്റെ തിരിച്ചടി എത്രത്തോളം ശക്തമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അമേരിക്കയ്ക്ക് വേണ്ടി കുഴലൂത്ത് നടത്താതെ ഇറാനിൽ റെജീം ചേഞ്ച് വരുത്താൻ ആരെങ്കിലും സ്പൈ വർക്ക് ചെയ്യുകയോ ആരെങ്കിലും ഇറാനെ ഒറ്റിക്കൊടുക്കുകയോ ചെയ്താൽ അവർക്കുണ്ടാകുന്ന ശിക്ഷ, അവർക്ക് ഇറാൻ നൽകുന്ന മറുപടി എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്തിനും പോന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പ്രോക്സി ഗ്രൂപ്പുകൾ കഴിഞ്ഞ ഏറെ നാളുകളായി ഇസ്രയേലിനെ പണിയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇസ്രയേൽ ഫലസ്തീനിൽ നിരപരാധികളെ കൊന്നൊടുക്കി ആർത്തട്ടഹസിച്ച് കൊലവിളി നടത്തുമ്പോൾ ഇസ്രയേലിനെ പരിപൂർണമായി മണ്ണിട്ട് മൂടാൻ ഒരു അവസരം തക്കം പാർത്തിരിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം 10 മടങ്ങ് ശക്തിയാണ് പകരുന്നത്. അവരെ മനോബലപ്പെടുത്താനും അവരുടെ മാനസിക നില ശക്തമാക്കാനും ഇറാന് കഴിയുന്നുണ്ട്. ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി അത് അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇസ്രയേൽ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളെല്ലാം താറുമാറാകും. ഇപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം താറുമാറാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. അമേരിക്കയ്ക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നെങ്കിലും ഇറാന് ശക്തമായ തിരിച്ചടി നടത്തുന്നു എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ വരെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വേണ്ടിയും ഇസ്രയേലിന് വേണ്ടിയും സ്തുതിപാടി നടന്ന സംഘപരിവാർ ഹാൻഡിലുകൾ വരെ അവരെ കൈവിട്ടുകൊണ്ട് അവർ ഇന്ത്യയുടെ ക്ഷേമം ആഗ്രഹിക്കുന്നവരില്ല. അമേരിക്കയ്ക്ക് അങ്ങനെ തന്നെ വേണം, അമേരിക്ക പല കാലങ്ങളിലും ഇന്ത്യക്കെതിരെയുള്ള നിലപാടല്ലേ എടുത്തത്, താരിഫ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് അങ്ങനെ തന്നെ വേണം, ഇറാൻ ഇനിയും കൊടുക്കണം, നിലപാടുകൾ മാറ്റിമറിക്കുകയാണ്. പ്രമുഖ ചാനലുകളൊക്കെ ഇറാനെതിരെ വാർത്തകൾ നിരന്തരമായി വ്യാജ വാർത്തകൾ, നുണ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ഇറാൻ ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദർഭം മാറി മറിയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറാൻ ഇപ്പോൾ നടത്തുന്ന ആക്രമണം അത് ഇന്ത്യക്കെതിരെയുള്ളതല്ല, മറിച്ച് അമേരിക്കയുടെ എയർബേസുകളോ അമേരിക്കയുടെ കപ്പൽ ഗതാഗതമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരെ ആക്രമണം വ്യാപിപ്പിച്ച് ഇറാന്റെ മിസൈൽ ശേഷി 2000 അല്ല 3000 അല്ല 4000 കിലോമീറ്റർ ദൂരപരിധി വരെ കടക്കുന്നു എന്ന ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ട് വരെ പുറത്തു വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.